ഹായ്, ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹിഡിലൻ എഗ് ബുർജി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒരു 4 മുട്ടയും ഒരു മീഡിയം സൈസ് സവാളയും ഒരു പച്ചമുളകും പിന്നെ ഒരു ചെറിയ തക്കാളിയും 2 തണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ടിട്ട് വഴറ്റിയിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന അതുവരേക്ക് ഇളക്കി കൊടുക്കാം. ഇനി തീ കുറച്ചിട്ട് കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പച്ചമണം മാറും വരേക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ട് മസാലയും തക്കാളിയും കൂടി നന്നായിട്ട് വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 4 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും ഉള്ളിയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് ഈക്വലായിട്ടുള്ള രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കണം. മുട്ടയൊക്കെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നല്ല കുക്കായിട്ട് കിട്ടണം. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് സ്ക്രാമ്പിൾഡ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല എളുപ്പമല്ലേ തയ്യാറാക്കാൻ? രുചികരമാണ് കേട്ടോ. നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റിലിടണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.